നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പ്രഷർ പമ്പ് സെറ്റ് ചെയ്യാണ്. പ്രഷർ പമ്പ് സെറ്റ് ചെയ്യാനാൽ പണി പഠിച്ച് വരുന്ന ആളുകളുണ്ടാവല്ലോ, അതായത് പമ്പൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ അറിയാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. ഫുള്ള് പഠിച്ച ആളുകൾക്കുള്ള വീഡിയോ അല്ല. അപ്പോൾ പണി പഠിച്ചു വരുന്ന ആളുകൾക്ക് നമുക്ക് പ്രഷർ പമ്പ് എങ്ങനെ വെക്കാമെന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നേരിട്ട് വീഡിയോയിലൂടെ കാണാം. ശരി, നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ ഈ ഒരു ടോർമാക്കിൻ്റെ പമ്പാണ് കേട്ടോ, പ്രഷർ പമ്പായിട്ട് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്ന് 8 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ്, പ്രഷർ ടാങ്കാണ് കേട്ടോ. ഒരു 3-4 ബാത്റൂമിലേക്ക് ഈ ഒരു പമ്പ് മതിയാവും നമുക്ക്. ഇത് ഒരു 1 HP പമ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടേക്ക് 4 ബാത്റൂമാണ് നമ്മൾ ഇവിടെ കൊടുക്കാനുള്ളത്. ഇതിലേക്ക് വെള്ളം സപ്ലൈ കൊടുക്കാനുള്ള ടാങ്കാണ് ഇപ്പോൾ അത്. ഈ ഒരു ടാങ്കിൽ നിന്നാണ് നമുക്ക് ഇതിലേക്ക് വെള്ളം സപ്ലൈ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ പമ്പ് വെക്കുന്നത്. അപ്പോൾ പമ്പ് നമുക്ക് മഴ ഒന്നും കൊള്ളാത്ത രീതിയിൽ തന്നെ നമ്മൾ സെറ്റാക്കും. ഈ ടാങ്ക് ഹൈറ്റ് കൂട്ടണം, കാരണം ഇത് അടിയിൽ പുല്ലും ഇതൊക്കെ മുളിച്ച് വരുന്നുണ്ട്, മരങ്ങളൊക്കെ, അതായത് സാധനങ്ങളൊക്കെ മുളിച്ച് വരുന്നുണ്ട്. അപ്പോൾ വേരൊക്കെ വന്നിട്ട് ഇതിൻ്റെ ടാങ്കിൻ്റെ അടിയൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈറ്റ് കൂട്ടും. പ്രഷർ പമ്പ് വെക്കണോണ്ട് പൊന്തിക്കണം എന്നൊന്നുമില്ല. പ്രഷർ പമ്പിന് ഹൈറ്റ് കൂട്ടണമെന്നില്ല. അതിന് കിട്ടിയ വെള്ളം അതിക്ക് ഫ്ലോ ഉണ്ടോ എന്ന പമ്പ് വേണോ. അപ്പോൾ ഈ ഒരു സെറ്റാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് PVC പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം. അപ്പോൾ പമ്പ് ഓണാക്കിയിട്ടുണ്ട്. പമ്പ് പ്രഷറൊക്കെ റെഡിയാണ്. ലീക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ചെറിയ ലീക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ മീറ്ററിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പൈപ്പ് ലൈൻ ചെയ്തത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ കണ്ടാരാ ബൈപ്പാസ് ലൈനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഷർ പമ്പിനോടുള്ള ലൈനും കൊടുത്തു. ബൈപ്പാസ് കൊടുത്തത് എന്താ വെച്ചാൽ, കറണ്ട് ഇല്ലാത്ത സമയത്ത് വേണം ഈ വാൾവ്, മെയിൻ വന്ന വാൾവും അതുപോലെ തന്നെ ഔട്ട് വാൾവും പൂട്ടിയിട്ട് ബൈപ്പാസ് വാൾവ് തുറന്നു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യൽ. അറിയാത്ത ആളുകൾക്കാട്ടോ, അറിയുന്ന ആളുകൾക്കല്ല, അറിയാത്ത ആളുകൾക്കൊന്ന് മനസ്സിലാക്കാൻ വിചാരിച്ചിട്ട്. ഇതാണ് നമ്മളെ മെയിൻ ലൈന്. ഈ രണ്ടാമത്തെ പോണ ലൈനാണ് കേട്ടോ നമ്മൾ ബൈപ്പാസ്. ഈ ബൈപ്പാസ് ചെയ്യുമ്പോൾ ഈ മെയിൻ ലൈനും ഔട്ട് ലൈനിലേക്കുള്ള വാൾവും പൂട്ടിയിടണം. അപ്പോൾ ഈ ബൈപ്പാസ് ലൈന് മാത്രം തുറന്നു കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വാൾവ് ടാങ്ക് ഒരിക്കലും ഡ്രൈ ആകാൻ പാടില്ല. അതായത് വെള്ളം ഇല്ലാതെ വർക്ക് ചെയ്യാൻ പാടില്ല. വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ പമ്പ് ഓണാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം എപ്പോഴും കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം, പമ്പിനൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം വെക്കുക. വെള്ളം വരാനുള്ള, കിണറിന് വരാനുള്ള പമ്പിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളം ഫുൾ ടൈം ടാങ്കിലുണ്ടാവും. മോട്ടർ ആവശ്യത്തിന് ഓടുള്ളൂ. മറ്റേ വെള്ളം ഇല്ലാഞ്ഞാൽ മോട്ടർ ഓടിക്കൊണ്ടേയിരിക്കും, പ്രഷർ സ്വിച്ച് വർക്കായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.